നമസ്തേ. എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നൊക്കെ ഉണ്ടോ? അപ്പോൾ എക്സാമൊക്കെ അടുത്തു അല്ലേ? ടീച്ചേഴ്സൊക്കെ ഇങ്ങനെ വീടുകളിലൊക്കെ വിളിക്കുന്നുണ്ട് എല്ലാവരുടെയും അല്ലേ? എല്ലാവരും നന്നായിട്ടൊക്കെ പഠിക്കുന്നുണ്ട്, നോട്ട്സൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ പഠിക്കുന്നില്ല എന്ന കംപ്ലൈൻറ്റും കേൾക്കുന്നുണ്ട് അല്ലേ? നോട്ടൊക്കെ എഴുതുന്നുണ്ട്, ക്ലാസ് കാണുന്നുണ്ട്, പക്ഷേ പഠിക്കാനൊരു ചൂടില്ല എന്ന് പേരൻസ് പറയുന്നു. അത് ശരിയായ നടപടിയാണോ? അല്ല. എല്ലാ കുഞ്ഞുങ്ങളും നന്നായിട്ട് തന്നെ പഠിക്കണം. പിന്നെ രാവിലെ ചില വീടുകളിലൊക്കെ വിളിച്ചപ്പോൾ രാവിലെ എഴുന്നേറ്റാലുടൻ TV കാണുന്ന ശീലങ്ങളൊക്കെ ടീച്ചർ മനസ്സിലാക്കി. അപ്പോൾ അതൊക്കെ ഒഴിവാക്കണം. രാവിലെ സമയത്ത് നമ്മൾ എഴുന്നേറ്റിട്ട് നേരെ TV കണ്ടാൽ നമ്മുടെ ഫ്രഷായിട്ടിരിക്കുന്ന ബ്രെയിനിലേക്ക് വേണ്ടാത്ത കാര്യങ്ങളായി ചെല്ലുന്നു അല്ലേ? നമുക്കറിയാം, സിനിമകൾ കാണുന്നു നമ്മൾ അല്ലേ? അതുപോലെ കാർട്ടൂൺ കാണുന്നു. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മിഥ്യയാണ് എല്ലാം അല്ലേ? എല്ലാം ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്, എല്ലാം സൃഷ്ടിക്കുന്ന കാര്യങ്ങളാണ്. നാച്ചുറലായിട്ട് നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല ഇത്. നമുക്കറിയാം, എങ്കിൽ തന്നെ നമ്മളതൊക്കെ കണ്ടിരുന്ന. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് കയറുകയാണ് ചെയ്യുന്നത് അല്ലേ? നമ്മുടെ തലച്ചോറിലേക്ക് ഇതൊക്കെ ഫീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ എല്ലാവരും ഇങ്ങനെ രാവിലെ ഫ്രഷായിട്ടുള്ള ആ ഒരു ബ്രെയിനിലേക്ക് നമ്മുടെ അറിവ് പകരുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിൻ അത് ഫ്രഷായിട്ടിരിക്കും. നന്നായിട്ട് നമ്മുടെ ബുദ്ധിയുടെ വളർച്ചയൊക്കെ നന്നായിട്ട് ഉണ്ടാവുകയൊക്കെ ചെയ്യും. അതിന് പകരം നമ്മളെന്താ ചെയ്യുന്നത്? രാവിലെ എഴുന്നേറ്റ് TV മുമ്പിലിരുന്ന് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നത് അല്ലേ? അതിനാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പം അങ്ങനെയല്ല ചെയ്യേണ്ടത്. എല്ലാ കുട്ടികളും ചെയ്യുന്നു എന്നല്ല ടീച്ചർ പറഞ്ഞത്. ഭൂരിഭാഗം കുട്ടികളും ചെയ്യില്ല. പക്ഷേ ചെയ്യുന്നവർ നമുക്ക് തന്നെ നമ്മൾ ദോഷമാണ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അതുകൊണ്ട് രാവിലെ ഫ്രഷായിട്ടൊക്കെ എല്ലാവരും രാവിലെ ഉണർന്ന് പ്രഭാത കൃത്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കുക. പ്രാർത്ഥനയ്ക്ക് ശേഷം പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം TV കാണുന്നതിനോ പടം വരയ്ക്കുന്നതിനോ അല്ലെങ്കിൽ കളിക്കുന്നതിനോ ഒന്നും റെസ്ട്രിക്ഷൻസ് ഇല്ല. അതിന് പേരൻസും ഒന്നും പറയില്ല. പക്ഷെ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ സ്റ്റഡിക്ക് വേണം കൊടുക്കാൻ അല്ലേ? നമ്മൾ പഠിക്കണം. ഇപ്പം നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പഠനമാണ്. അപ്പോൾ പഠനത്തിന് വേണം നമ്മൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കാൻ. അപ്പോൾ എല്ലാ കുട്ടികളും നന്നായിട്ട് പഠിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ആ ദുശീലങ്ങളൊക്കെ ഉള്ളവരൊക്കെ ശീലങ്ങളൊക്കെ മാറ്റി നല്ല കുട്ടികളായിട്ട് പഠിക്കാൻ തുടങ്ങുമെന്ന് ടീച്ചർ കരുതുന്നു. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും അല്ലേ? നല്ല കുട്ടികളായിട്ട് പഠിക്കുന്നുണ്ട്, അപ്പോൾ ഓർമ്മ വരുന്നുണ്ട് അല്ലേ? നമുക്ക് നോക്കാം ബാക്കി എന്താണ് ഇനി പഠിക്കാനുള്ളതെന്ന് നോക്കാം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. നമസ്തേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 9ാമത്തെ ചാപ്റ്റർ പഠിച്ചു അല്ലേ? ഏതായിരുന്നു 9ാമത്തെ ചാപ്റ്റർ? ഒരു കവിതയായിരുന്നു അല്ലേ? എന്തായിരുന്നു? ബാദൽ അല്ലേ? ബാദൽ എന്ന് പറയുന്ന കവിത പഠിച്ചു. നമ്മളതിൻ്റെ നോട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി നമുക്ക് പാഠ 10 മുഹാവരോം കാ ഖേൽ, ഇത് ഒമിറ്റഡ് ആണ്. ഈ ചാപ്റ്റർ നമുക്ക് പഠിക്കണ്ട. അപ്പം നമുക്കിനി ഒരു ചാപ്റ്ററുടെ ഈ ഒരു വർഷം പഠിക്കാനായിട്ടുള്ളൂ. നമുക്ക് ഏതാണ്ട് ഈ അധ്യയന വർഷം തീരാറായി. നമുക്ക് ഈ ഒരു ചാപ്റ്ററോട് കൂടി നമ്മുടെ ഹിന്ദി തീരുകയാണ് അല്ലേ? പിന്നെ കുറച്ച് നോട്ട്സ് മാത്രമേ ഉള്ളൂ. നോക്കിയേ, പാഠ 11 സമസ്യ കാ ഹൽ. चित्र में कौन कौन है? चित्र में 2 लड़के हैं. लड़के यूनिफॉर्म में है ना? वह स्कूल जाती हैं. स्कूल के संबंधी एक गद्यांश है यह. वहाँ में एक पेड़ है. स्कूल से लौट गए थे 2 लड़के. സ്കൂളിൽ നിന്ന് തിരികെ വരികയാണ് 2 കുട്ടികൾ അല്ലേ? നമുക്ക് പുറകിൽ സ്കൂൾ കാണാം. അപ്പോൾ ഒരു ദിവസത്തെ പഠനമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോവുകയാണ്. നോക്കിക്കേ, സമസ്യ കാ ഹൽ. സമസ്യ എന്ന് പറഞ്ഞാൽ എന്താ? സമസ്യ പ്രോബ്ലം അല്ലേ? ഹൽ എന്ന് പറഞ്ഞാൽ എന്താ? സോൾവിങ്. അപ്പം സോൾവിങ് ഓഫ് എ പ്രോബ്ലം, അതായത് പ്രോബ്ലം സോൾവിങ് എന്നാണ് ഇതിൻ്റെ മീനിങ്. അതായത് നമ്മൾ എന്ത് പ്രശ്നമുണ്ടെങ്കിലും പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ പ്രശ്ന പരിഹാരമാണ്.
ആപ്കെ പസന്ദീദ വിഷയ കോൺസേ ഹേ? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിഷയം ഏതാണ്? നമ്മളിപ്പോൾ സ്കൂളിൽ പല വിഷയങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലേ? ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്, മലയാളം പഠിക്കുന്നുണ്ട്, ഹിന്ദി പഠിക്കുന്നുണ്ട്, അതുപോലെ സംസ്കൃത് പഠിക്കുന്നുണ്ട്, GK പഠിക്കുന്നുണ്ട്. ഒക്കെ വിഷയങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിലും നമുക്ക് പ്രിയപ്പെട്ടതായിട്ട് ഓരോരുത്തർക്കും ഓരോ സബ്ജക്റ്റിനോട് കൂടുതൽ താല്പര്യം കാണും അല്ലേ? ഓരോരുത്തർക്കും ഓരോ സബ്ജക്റ്റിനോട് എങ്കിലും നമുക്ക് എല്ലാ സബ്ജക്റ്റും പഠിച്ചേ പറ്റത്തുള്ളൂ. ഇപ്പോൾ മലയാളമാണ് കൂടുതൽ ഇഷ്ടമെന്ന് പറഞ്ഞുകൊണ്ട് 5ാം ക്ലാസ്സിലെ മലയാളം മാത്രം പഠിച്ചു കഴിഞ്ഞാൽ 6ാം ക്ലാസ്സിലേക്ക് കയറാൻ പറ്റുമോ? ഇല്ല. ഇംഗ്ലീഷ് മാത്രം പഠിച്ചാൽ പറ്റുമോ? ഇല്ല. എല്ലാ വിഷയങ്ങളും ഒരുപോലെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ പഠിക്കണം. आप किस समय सबसे ज़्यादा तनाव में रहते हैं? ഏത് സമയത്താണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ എന്താണ് നല്ല ജോലിയിൽ ഏർപ്പെടാറുള്ളത്? देखिए, रामास्वामी और श्रीधरन 2 पक्के मित्र हैं. दोनों एक ही कक्षा में पढ़ते हैं. दोनों के घर भी आमने सामने हैं. दोनों स्वभाव से भी अच्छे हैं. सदैव हंसते मुस्कुराते रहते हैं. देखिए, रामास्वामी और श्रीधरन, यहाँ 2 लड़के हैं. एक ही नाम है रामास्वामी और दूसरे की नाम श्रीधरन है. ये दोनों पक्के मित्र है. पक्के मित्र എന്ന് പറഞ്ഞാൽ എന്താ? വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആണ് അല്ലേ? മിത്ര മാനെ ഫ്രണ്ട്സ്. അപ്പോൾ 2 पक्के मित्रों का नाम क्या क्या होता है? रामास्वामी और श्रीधरन. रामास्वामी और श्रीधरन कौन थे? पक्के मित्र है और पक्के मित्र थे. दोनों एक ही कक्षा में पढ़ते हैं. രണ്ടുപേരും ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. കണ്ടോ? रामास्वामी और श्रीधरन किस कक्षा में पढ़ते हैं? एक ही कक्षा में चलो ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. दोनों के घर भी आमने सामने है. രണ്ടുപേരുടെ വീടും ഓപ്പോസിറ്റ്സ് ആണ്. എന്ന് വെച്ചാൽ അടുത്തടുത്ത് നേരെ മുമ്പിലാണ് രണ്ടുപേരുടെയും വീട് പോലും. दोनों स्वभाव से भी अच्छे हैं. രണ്ടുപേരും സ്വഭാവത്തിലും നല്ല കുട്ടികളാണ്. സദൈവ ഹസ്തേ മുസ്കുരാത്തെ രഹത്തെ ഹെ. എപ്പോഴും ചിരിച്ചുകൊണ്ടേ നടക്കാറുള്ളൂ. നല്ല സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് മൂശാട്ടയും ദുശാട്ടയും ഒന്നുമില്ല. നല്ല കുട്ടികളായതുകൊണ്ട് എപ്പോഴും ചിരിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ രാമസ്വാമി और श्रीधरन कौन है? पक्के मित्र है. वो स्वभाव से कैसे थे? രാമസ്വാമി और श्रीधरन സ്വഭാവ സെ അച്ഛേ ഹെ. രണ്ടുപേരും സ്വഭാവത്തിൽ വളരെ നല്ലവരാണ്. രണ്ടുപേരുടെ സ്വഭാവവും വളരെ നല്ലതാണ്. एक दिन स्कूल से घर लौटते समय दोनों बहुत उदास थे. दोनों चुपचाप चले जा रहे थे. दोनों को चुपचाप चलते देख 10वीं में पढ़ने वाली चित्रा दीदी ने पूछा, क्या बात है? सदैव हंसने मुस्कुराने वाले आज चुपचाप क्यों हैं? न बातचीत न हंसी मजाक, कुटी हो गई क्या? देखिए, एक दिन स्कूल से घर लौटते समय दोनों बहुत उदास थे. ഒരു ദിവസം സ്കൂളിൽ നിന്ന് സ്കൂളിൽ വൈകുന്നേരം വരെയുള്ള പഠനത്തിന് ശേഷം വീട്ടിലേക്ക് തിരികെ വരുന്ന സമയത്ത് രണ്ടുപേരും വളരെ ഗ്ലൂമി ആയിരുന്നു. ദോനോം ചുപ്ചാപ്പ് ചലേ ജാ രഹേ ഥേ. രണ്ടുപേരും വളരെ സൈലൻ്റ് ആയിട്ട്, ചുപ്ചാപ്പ് മാനെ സൈലൻ്റ്ലി, രണ്ടുപേരും വളരെ ശാന്തരായിട്ട് നടന്നു പോവുകയായിരുന്നു. दोनों को चुपचाप चलते देख 10वीं में पढ़ने वाली चित्रा दीदी ने पूछा. അപ്പോൾ രണ്ടുപേരും ഇങ്ങനെ മിണ്ടാതെ നടന്നു വരുന്നത് കണ്ടപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചിത്ര ചേച്ചി ചോദിച്ചു. അപ്പോൾ നോക്കിക്കേ, एक दिन वह कहाँ से लौटे थे? वह स्कूल से लौटे थे. स्कूल से लौटते समय वह कैसे थे? दोनों उदास थे. രണ്ടുപേരും ഗ്ലൂമി ആയിട്ടായിരുന്നു വന്നിരുന്നത്. അപ്പോൾ രണ്ടുപേരും ഇങ്ങനെ മിണ്ടാതെ സ്കൂളിൽ നിന്ന് മറ്റേ എപ്പോഴും ചിരിച്ചും കളിച്ചും വർത്തമാനവും പറഞ്ഞ് നടന്നു വരുന്നവർ മിണ്ടാതെ ഇങ്ങനെ നടന്നു വരുന്നത് കണ്ടപ്പോൾ 10वीं में पढ़ने वाली എന്ന് പറഞ്ഞാൽ 10वीं 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ചിത്ര ചേച്ചി അവരോട് ചോദിച്ചു, ക്യാ ബാത് ഹേ? സദൈവ ഹസ്നെ മുസ്കുരാനെ വാലെ ആജ് ചുപ്ചാപ്പ് ക്യോം ഹേ? എന്താണ് ഇന്ന് സംഭവിച്ചത്? എപ്പോഴും ചിരിച്ചുകൊണ്ടും കളിച്ചുല്ലസിച്ചുകൊണ്ടും നടക്കുന്ന രണ്ടുപേർക്കും ഇന്ന് എന്ത് സംഭവിച്ചു? ന ബാത്ചീത്, ഇന്ന് സംസാരമൊന്നുമില്ല. ന ഹസി മസാഖ്, ചിരിയും കളിയുമില്ല. കുട്ടി ഹോ ഗയിക്ക, രണ്ടുപേരും തമ്മിൽ അടിയുണ്ടാക്കിയോ, വഴക്കുണ്ടാക്കിയോ?
अब चित्रा दीदी ने किस कक्षा में पढ़ते हैं? चित्रा दीदी ने 10वीं कक्षा में पढ़ते हैं। एक दिन दोनों कहाँ से लौटते थे? दोनों घर से लौटते समय वह दोनों चुपचाप थे, उदास थे। दोनों चुपचाप चलते देख चित्रा दीदी ने उनसे क्या पूछा? चित्रा दीदी അവരോട് എന്താണ് ചോദിച്ചത്? उसने पूछा कि हाँ आज क्यों चुपचाप हैं दोनों? आज क्या बात है? सदैव मुस्कुराने और हंसने मुस्कुराने वाले दोनों आज क्यों चुपचाप हैं? कुट्टी हो गई क्या? രണ്ടുപേരും തമ്മിൽ വഴക്ക് വല്ലതും ഉണ്ടായതോ? नहीं दीदी, ऐसी कोई बात नहीं है, श्रीधरन ने कहा। फिर क्या बात है? दीदी ने पूछा। बात यह है दीदी कि परीक्षा निकट आ गई है और मेरी गणित की और श्रीधरन को हिंदी की तैयारी अभी भी पूरी नहीं हुई है, രാമസ്വാമി ने कहा. അപ്പോൾ ചിത്രചേച്ചി ചോദിച്ചു, രണ്ടുപേരും എന്താണ് ഇങ്ങനെ മിണ്ടാതൊക്കെ നടന്നു വരുന്നത്, എന്തു പറ്റി, രണ്ടുപേരും തമ്മിൽ അടിയൊക്കെ ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചു. അപ്പോഴെന്താണ് പറഞ്ഞത്? നഹി ദീദി, ഇല്ല ചേച്ചി, ഐസി കോയി ബാത്ത് നഹി ഹെ, അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ശ്രീധരനെ കഹ, ശ്രീധരൻ പറഞ്ഞു. തോ ഫിർ ക്യാ ബാത്ത് ഹെ, പിന്നെ എന്താ പ്രശ്നം, എന്തു പറ്റി? ദീദിനെ പൂച്ച, ചേച്ചി ചോദിച്ചു. ബാത്ത് എഹ് ഹെ ദീദി, കാര്യം ഇതാ ചേച്ചി, എന്താണ്? കി പരീക്ഷ നിക്കട്ട് ആ ഗയി ഹേ, പരീക്ഷ വളരെ അടുത്തു വന്നിരിക്കുന്നു. ഔർ മേരി ഗണിതക്കി, അപ്പോൾ ആരാ പറയുന്നത്? ശ്രീധരനാണ്. ശ്രീധരനിന് ഗണിതം മാത്തമാറ്റിക്സ്, എനിക്ക് മാത്തമാറ്റിക്സിലും ഔർ രാമസ്വാമിയാണ് പറയുന്നത്. രാമസ്വാമിക്ക് മാത്തമാറ്റിക്സിലും അതുപോലെ തന്നെ ശ്രീധരനിന് ഹിന്ദിയിലും പ്രിപ്പറേഷൻ ഒന്നും നടന്നിട്ടില്ല. എനിക്ക് മാത്തമാറ്റിക്സും ശരിക്കറിയില്ല, ശ്രീധരനിന് ഹിന്ദിയും ശരിക്കറിയില്ല. അപ്പോൾ പരീക്ഷ ഇങ്ങ് വന്നു, അതാണൊരു പ്രശ്നം. രാമസ്വാമിനെ കഹ, രാമസ്വാമി പറഞ്ഞു. അപ്പം ദോനോസെ ചിത്ര ദീദിനെ ക്യാ പൂച്ച? ഉൻസെ പൂച്ച കി ആജ് ദോനോ ക്യോ ചുപ്ചാപ്പ് ഹേ, കുട്ടി ഹോ ഗയി ക്യാ, അല്ലേ? അങ്ങനെ ചോദിച്ചത്, വഴക്കുണ്ടാക്കിയോ എന്നാ ചോദിച്ചത്. ഉസ്കെ ബദലേ മേ ശ്രീധരൻ ने क्या कहा? श्रीधरन ने कहा कि नहीं दीदी, ऐसी कोई बात नहीं है. देन रामास्वामी ने क्या कहा? रामास्वामी ने कहा कि मेरी गणित की और श्रीधरन की हिंदी की तैयारी പൂരി നഹി ഹുയി ഹേ, ഇപ്പോഴും എനിക്ക് രാമസ്വാമിക്ക് മാത്തമാറ്റിക്സും അതുപോലെ തന്നെ ശ്രീധരനിന് ഹിന്ദിയും കംപ്ലീറ്റ് നന്നായിട്ട് പ്രിപ്പറേഷൻ നടന്നിട്ടില്ല, നന്നായിട്ട് അവർക്ക് അറിയില്ല ഇത് രണ്ടും, രാമസ്വാമി പറഞ്ഞു. തും ദോനോം ട്യൂഷൻ ലേലോ, നിങ്ങൾ രണ്ടുപേരും ട്യൂഷന് പോകൂ. ചിത്രാനെ കഹ, ചിത്ര ചേച്ചി പറഞ്ഞു. ശ്രീധരനെ ദുഃഖി ഹോത്തെ ഹുയെ കഹ, അപ്പോൾ ശ്രീധരന് വളരെയധികം സങ്കടമായി. സങ്കടത്തോടെ ശ്രീധരൻ പറഞ്ഞു, ദീദി आप तो जानती हो कि हमारी पिताजी की ആംദനി ഉത്തനി നഹി ഹേ കി ട്യൂഷൻ ദിൽവാ സക്കെ. അപ്പോൾ രണ്ടുപേർക്കും ഒരാൾക്ക് മാത്തമാറ്റിക്സ് അറിയില്ല, ഒരാൾക്ക് ഹിന്ദി അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ചിത്രദീദി പറഞ്ഞു, അതിനെന്താ നിങ്ങൾ പോയി ട്യൂഷൻ എടുക്കുക. അപ്പോൾ ട്യൂഷൻ എടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീധരൻ പറഞ്ഞു, വളരെ ദുഃഖത്തോടെ ശ്രീധരൻ പറഞ്ഞു, ഹരേ ദീദി, ചേച്ചിക്ക് അറിയാമല്ലോ, കി ഹമാരെ പിതാജി കി ആംദനി ഉത്തനി നഹി ഹേ കി ട്യൂഷൻ ദിൽവാ സക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അച്ഛൻ്റെ വരുമാനം, ആംദനി മാനെ ഇൻകം, വരുമാനം, ഞങ്ങളുടെ അച്ഛൻ്റെ വരുമാനം, അച്ഛൻ അത്രയ്ക്കൊന്നും പൈസയൊന്നും കിട്ടില്ല, ഞങ്ങളെ രണ്ടുപേരും ട്യൂഷന് വിടാനുള്ള സാമ്പത്തിക സ്ഥിതിയൊന്നും ഞങ്ങളുടെ അച്ഛന് ഇല്ല എന്ന് ചേച്ചിക്ക് അറിയില്ലേ, ഞങ്ങൾ ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടികളല്ലേ, ഞങ്ങളുടെ വീട്ടിലെ പുവറായിട്ടുള്ള ഒരു ഫാമിലിയിലെ മക്കളാണ്. അപ്പം ഞങ്ങളുടെ അച്ഛന് കിട്ടുന്നത് വളരെ തുച്ഛമായ വരുമാനമാണ്, അതുകൊണ്ട് ഞങ്ങളെ ട്യൂഷന് വിടാനായിട്ടുള്ള സാമ്പത്തികം അച്ഛനില്ലെന്ന് ചേച്ചിക്ക് അറിഞ്ഞുകൂടെ. ചിത്രാദീദിനെ കുച്ച് സോച്ച ഔർ കഹ, അപ്പോഴത്തേക്കും ചിത്രദീദി കുറച്ച് സമയം ഒന്ന് ചിന്തിച്ചിട്ട് പറഞ്ഞു, ठीक है, शाम 5 बजे तुम दोनों मेरे घर आ जाना, वहीं मिलकर कुछ सोचेंगे.
ചിത്ര ദീദി കുറച്ചൊന്ന് ആലോചിച്ചിട്ട് സോചന ആലോചിച്ചിട്ട് പറഞ്ഞു. ठीक है, ശരി ശരി. शाम 5 बजे तुम दोनों मेरे घर आ जाना. ഇന്ന് വൈകുന്നേരം ഒരു 5 മണിയാവുമ്പോഴത്തേക്കും രണ്ടുപേരും എൻ്റെ വീട്ടിലേക്കൊന്ന് വരണം. വഹാം മിൽക്കർ കുച്ച് സോച്ചെങ്കി, അവിടെ വന്നിട്ട് നമുക്ക് ഇതിനൊരു പരിഹാരം ആലോചിക്കാം. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും നിർത്താം. എന്താണ് ചിത്ര ചേച്ചി പറഞ്ഞത്? നിങ്ങൾ രണ്ടുപേരും 5 മണിക്ക് എൻ്റെ വീട്ടിലേക്ക് വരണം. അവിടെ വെച്ച് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ആലോചിച്ച് കണ്ടുപിടിക്കുക. ഇതിനൊരു പരിഹാരം കാണാൻ പറ്റുമോ എന്ന് നോക്കാം. അപ്പോൾ അത്രയും നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക. അപ്പോൾ ദോ പക്കേ മിത്രോം കെ നാം ക്യാ ക്യാ ഹോത്താ ഹേ? രണ്ട് ബസ് ഫ്രണ്ട്സിൻ്റെയും കൂടെ പേരെന്തായിരുന്നു? ദോനോം കെ नाम श्रीधरन और रामास्वामी थे. रामास्वामी और श्रीधरन कौन थे? दोनों पक्के मित्र थे. वह एक दिन क्यों उदास है? എന്തുകൊണ്ടാണ് ഒരു ദിവസം അവർ ഗ്ലൂമി ആയിരുന്നത്? क्योंकि श्रीधरन को रामास्वामी को गणित की और श्रीधरन को हिंदी की तैयारी नहीं की. इसलिए चित्रा दीदी ने क्या कहा? चित्रा दीदी ने उनसे कहा कि तुम दोनों ट्यूशन ले लो, लेकिन ट्यूशन लेने की आमदनी उसकी पिताजी को नहीं है, इसलिए वह उदास थे. इसके बदले में चित्रा दीदी ने कहा तुम दोनों और श्रीधरन और रामास्वामी तुम दोनों मेरे घर 5 बजे मेरे घर आ जा और वहाँ मिलकर कुछ सोचेंगे. നിങ്ങൾ രണ്ടുപേരും 5 മണിയാവുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് വരണം. നമുക്കവിടെ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചിന്തിച്ച് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം എന്ന് ചിത്ര ചേച്ചി അവരോട് പറഞ്ഞു. അപ്പം അത്രയും നന്നായിട്ട് വായിച്ച് പഠിക്കുക. മനസ്സിലാകാത്ത ഭാഗം ടീച്ചറിനോട് ചോദിക്കുക. അത്രയും ഭാഗത്തു നിന്നുള്ള കുറച്ച് നോട്ട്സ് ഉണ്ട്. പക്കേ മിത്ര, ബെസ്റ്റ് ഫ്രണ്ട്സ്, ഉദാസ്, സാഡ്, ഹസി മസാക്, ഫൺ ആൻഡ് ജോക്ക്, തമാശ, സന്തോഷം, തയ്യാരി, പ്രിപ്പറേഷൻ, ദെൻ ഖുഷ്, ഹാപ്പി. റൈറ്റ് സൈഡിൽ സ്വഭാവ, നേച്ചർ, സ്വഭാവം, ചുപ്ചാപ്പ്, ക്വയറ്റ്ലി മീൻസ് സൈലൻ്റ്ലി, ആംദനി, ഇൻകം. അപ്പോൾ അത്രയും ഈ 3 വേർഡ് അതുപോലെ ഇവിടെ നിന്നുള്ള ഇത്രയും വേർഡ്സും നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതി വെക്കുക. പാഠത്തിൻ്റെ ഹെഡിങ് ഒക്കെ എഴുതിയിട്ട് അത്രയും എഴുതി വെക്കുക. നന്നായിട്ട് വായിച്ച് പഠിക്കുക. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ഓക്കെ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. समस्या का हल. रामास्वामी और श्रीधरन 2 पक्के मित्र हैं. दोनों एक ही कक्षा में पढ़ते हैं. दोनों के घर भी आमने सामने हैं. दोनों स्वभाव से भी अच्छे हैं. सदैव हंसते मुस्कराते रहते हैं. एक दिन स्कूल से घर लौटते समय दोनों बहुत उदास थे. दोनों चुपचाप चले जा रहे थे. दोनों को चुपचाप चलते देख 10वीं में पढ़ने वाली चित्रा दीदी ने पूछा, क्या बात है? सदैव हंसने मुस्कराने वाले आज चुपचाप क्यों हैं? न बातचीत न हंसी मजाक, कुट्टी हो गई है क्या? नहीं दीदी, ऐसी कोई बात नहीं है, श्रीधरन ने कहा. तो फिर क्या बात है? दीदी ने पूछा. बात यह है दीदी की परीक्षा निकट आ गई है और मेरी गणित की और श्रीधरन की हिंदी की तैयारी अभी भी पूरी नहीं हुई है. रामास्वामी ने कहा. तुम दोनों ट्यूशन ले लो, चित्रा ने कहा. श्रीधरन ने दुखी होते हुए कहा. दीदी, आप तो जानती ही हैं कि हमारे पापा की आमदनी उतनी नहीं है कि ट्यूशन दिलवा सकें. चित्रा दीदी ने कुछ सोचा और कहा, ठीक है, शाम 5 बजे तुम दोनों मेरे घर आ जाना, वहीं मिलकर कुछ सोचेंगे.